നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് കണ്ണാടി നോക്കി എന്നെങ്കിലും നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ? എത്ര വിലകൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും എത്രയൊക്കെ കൃത്യമായി ഡയറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ചിലപ്പോൾ മുഖത്തെ ക്ഷീണവും പ്രായത്തിന്റെ തോന്നലും മാറാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതേസമയം യാതൊരുവിധ മേക്കപ്പുമില്ലാതെ വളരെ ലളിതമായി ജീവിക്കുന്ന ചില സ്ത്രീകളെ കാണുമ്പോൾ അവർക്ക് പ്രായമേ ആകുന്നില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറില്ലേ? ഇതിന് പിന്നിലെ യഥാർത്ഥ രഹസ്യമെന്താണ്? പുറമെ പുരട്ടുന്ന ലേപനങ്ങളിലാണോ അതോ നമ്മുടെ ഉള്ളിലാണോ യഥാർത്ഥ സൗന്ദര്യവും യൗവനവും കുടികൊള്ളുന്നത്? നമ്മൾ എപ്പോഴും ബാഹ്യമായ സൗന്ദര്യത്തിനു പിന്നാലെയാണ് പായുന്നത്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശ്രീബുദ്ധൻ ലോകത്തിന് വലിയൊരു രഹസ്യം വെളിപ്പെടുത്തിയിരുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഇത് ഒരുപോലെ ബാധകമാണ്. എങ്കിലും എപ്പോഴും ചെറുപ്പം നിലനിർത്താനും ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് ബുദ്ധൻ അന്ന് പഠിപ്പിച്ചത്. ഇത് കേവലം ഒരു ആത്മീയ തത്വശാസ്ത്രമല്ല, മറിച്ച് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം പോലും പൂർണ്ണമായി അംഗീകരിക്കുന്ന തികച്ചും ശാസ്ത്രീയമായ ചില ജീവിതരീതികളാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് ബുദ്ധൻ പ്രധാനമായും സംസാരിച്ചത്. നമ്മുടെ മുഖത്തെ ചുളിവുകൾക്കും മുടികൊഴിച്ചിലിനും ശരീരത്തിലെ അമിതഭാരത്തിനും കാരണം നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നാം ചിന്തിക്കുന്ന ചിന്തകൾ കൂടിയാണ്. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ കടക്കുന്നതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ബുദ്ധൻ പറഞ്ഞ രഹസ്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം മനസ്സിലെ ഭാരങ്ങൾ പൂർണ്ണമായും ഇറക്കിവെക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മാനസിക സമ്മർദ്ദമാണ്. വീട്ടുജോലികൾ, ഓഫീസിലെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പഠനം, സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങി 1000 ചിന്തകളാണ് ഓരോ ദിവസവും ഒരു സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത്. ഈ ചിന്തകളെല്ലാം കൂടി തലച്ചോറിൽ വലിയൊരു ഭാരമായി മാറുന്നു. നമ്മുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ ആ അശാന്തി ആദ്യം ബാധിക്കുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തെയാണ്. നിങ്ങൾ എപ്പോഴും ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ഉത്കണ്ഠാകുലരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ചില രാസമാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത് കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ഇത് നമ്മുടെ ചർമ്മത്തിന്റെ ഇലാസ്തികത നശിപ്പിക്കുന്നു. മുഖത്ത് ചുളിവുകൾ വീഴാനും കണ്ണിനടിയിൽ കറുപ്പുനിറം വരാനും മുടി കൊഴിയാനും ഇത് കാരണമാകുന്നു. അതിനാൽ യൗവനം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആദ്യം ചെയ്യേണ്ടത് തന്റെ മനസ്സിനെ ശാന്തമാക്കാൻ പഠിക്കുക എന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വെറുതെ ദുഃഖിക്കാതിരിക്കുക. നാളെയെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതിരിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശീലിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ആഹാരക്രമമാണ്. ബുദ്ധൻ എപ്പോഴും ഊന്നിപ്പറഞ്ഞിരുന്ന ഒന്നാണ് മിതാഹാരം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എത്രത്തോളം കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നതാണ്. നമ്മുടെ ആമാശയത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നാം കഴിക്കുമ്പോൾ അത് ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഒരുപാട് ഊർജ്ജം പാഴാക്കുന്നു. ഇത് ശരീരത്തെ വേഗത്തിൽ ക്ഷീണിപ്പിക്കുന്നു. വിശപ്പ് മാറിയാൽ പിന്നെ ഒരു ഉരുള പോലും അധികം കഴിക്കരുത് എന്നാണ് ബുദ്ധൻ പറയുന്നത്. ദിവസത്തിൽ ഒരു നിശ്ചിത സമയം മാത്രം ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയം വയറിന് വിശ്രമം നൽകുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലെ കേടുവന്ന കോശങ്ങളെ ശരീരം തന്നെ സ്വയം നന്നാക്കിയെടുക്കും. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് പ്രത്യേക തിളക്കം നൽകാനും ശരീരഭാരം കൃത്യമായി നിലനിർത്താനും സഹായിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ ആ ഭക്ഷണത്തിൽ മാത്രമായിരിക്കണം. ഓരോ ഉരുളയും നന്നായി ചവച്ചരച്ച് അതിന്റെ രുചി ആസ്വദിച്ച് കഴിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചു ഭക്ഷണം കൊണ്ടുതന്നെ നിങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തി ലഭിക്കും. മൂന്നാമത്തെ കാര്യം ക്ഷമിക്കാനുള്ള അപാരമായ കഴിവാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. നമ്മളെ വേദനിപ്പിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, അവരോടുള്ള ദേഷ്യം, പ്രതികാരചിന്ത, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്ന് എപ്പോഴും തിളച്ചുമറിയുകയാകും. ബുദ്ധൻ ഇതിനെ ഉപമിക്കുന്നത് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പുകഷ്ണം കയ്യിൽ പിടിക്കുന്നതിനോടാണ്. മറ്റൊരാളെ എറിയാൻ വേണ്ടി നിങ്ങൾ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് കയ്യിൽ പിടിക്കുമ്പോൾ ആദ്യം പൊള്ളുന്നത് നിങ്ങളുടെ കൈകൾ തന്നെയാണ്. അതുപോലെ മറ്റൊരാളോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അത് നശിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തെയും യൗവനത്തെയുമാണ്. അതിനാൽ നിങ്ങളെ വേദനിപ്പിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ പഠിക്കുക. മനസ്സിലെ ഈ വിഷം പുറത്തുകളയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഒരു പ്രത്യേക പ്രകാശമുണ്ട്. അത് ലോകത്തിലെ ഒരു ലേപനത്തിനും നൽകാൻ കഴിയില്ല. നാലാമതായി എപ്പോഴും ചിരിക്കാൻ മറക്കാതിരിക്കുക. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ പലർക്കും ചിരിക്കാൻ തന്നെ സമയമില്ല. എപ്പോഴും ഗൗരവത്തോടെ എന്തോ വലിയ ഭാരം ചുമക്കുന്നതുപോലെയാണ് പലരും നടക്കുന്നത്. എന്നാൽ ഒരു പുഞ്ചിരിക്ക് നിങ്ങളുടെ ശരീരത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ചിരിക്കുമ്പോൾ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ശരീരത്തിന് പ്രായം തോന്നിക്കുന്നത് തടയുകയും ചെയ്യുന്നു. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു സ്ത്രീക്ക് എത്ര പ്രായമായാലും ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും. വിരിയുന്ന പൂക്കളെയോ പാടുന്ന പക്ഷികളെയോ നോക്കി ആസ്വദിക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്കായി ദിവസവും കുറച്ചു സമയം മാറ്റിവെക്കുക. ഈ പറയുന്ന ശീലങ്ങളിൽ ഏതാണ് നിങ്ങൾ നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക.
ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 5ാമത്തെ കാര്യം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നതാണ്. നമ്മുടെ ശരീരം പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നാം പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നമുക്ക് രോഗങ്ങളും പ്രായക്കൂടുതലും അനുഭവപ്പെടും. ദിവസവും കുറച്ചുനേരം ശുദ്ധവായു ശ്വസിക്കാൻ ശ്രമിക്കുക. രാവിലെയോ വൈകുന്നേരമോ ഉള്ള ഇളം വെയിൽ കൊള്ളുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ വെള്ളം വളരെ അത്യാവശ്യമാണ്. ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തെ എപ്പോഴും ഈർപ്പമുള്ളതാക്കി നിലനിർത്താനും ചുളിവുകൾ വീഴുന്നത് തടയാനും സഹായിക്കും. 6ാമതായി നമ്മുടെ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് നല്ല ഉറക്കം. എന്നാൽ പല സ്ത്രീകൾക്കും ഇന്ന് രാത്രിയിൽ ശരിയായി ഉറങ്ങാൻ കഴിയാറില്ല. കിടക്കയിൽ ചെന്നാലും മനസ്സിലൂടെ 100 കൂട്ടം ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. ഉറക്കമില്ലായ്മ നമ്മുടെ ശരീരത്തെ വളരെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കും. ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സ്വയം നന്നാകുന്നത്. അതിനാൽ ദിവസവും 7-8 മണിക്കൂർ തടസ്സങ്ങളില്ലാത്ത ഉറക്കം ശരീരത്തിന് ആവശ്യമാണ്. ഇതിനായി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് വെറുതെ ഒരു 10 മിനിറ്റ് കണ്ണുകളടച്ച് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും വളരെ പെട്ടെന്ന് തന്നെ നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും. 7ാമത്തേതും അവസാനത്തേതുമായ കാര്യം, മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്ന ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ്. മറ്റ് സ്ത്രീകളുടെ സൗന്ദര്യം, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ ജീവിതരീതി എന്നിവ കണ്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടുന്നവർ നിരവധിയാണ്. ഓരോ മനുഷ്യനും അതുല്യരാണ്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടേതു മാത്രമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിൽ അപകർഷതാബോധവും അസൂയയും ഉണ്ടാകുന്നു. സന്തോഷമില്ലാത്ത ഒരു മുഖം എത്ര മേക്കപ്പിട്ടാലും മനോഹരമാകില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ കുറവുകളെയും നിറവുകളെയും ഒരുപോലെ അംഗീകരിക്കുക. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുക. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അവൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളിലോ വസ്ത്രങ്ങളിലോ അല്ല, മറിച്ച് അവളുടെ ആത്മവിശ്വാസത്തിലും കരുണയിലും സമാധാനത്തിലുമാണ് ഇരിക്കുന്നത്. പ്രായം എന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ്. നിങ്ങളുടെ മനസ്സ് ചെറുപ്പമാണെങ്കിൽ, നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെറുപ്പമായിരിക്കും. ശരീരത്തിന് പ്രായമാകും, അത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ മനസ്സിന് പ്രായമാകാൻ നാം അനുവദിക്കരുത്. ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ സഹായിക്കുന്ന കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.